കുന്നംകുളത്തെ മൂന്നാം മുറയിൽ പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം ശക്തം. സസ്പെൻഷൻ നടപടിയിൽ തൃപ്തനല്ലെന്ന് മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത് VS 24-നോട് പറഞ്ഞു. പോലീസിനെ നിയന്ത്രിക്കുന്നത് CPIM സെല്ലാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആരോപിച്ചു. കേസിൽ കോടതി പ്രതി ചേർത്ത 4 പോലീസുകാരെ ഇന്നലെ സസ്പെൻഡ് ചെയ്തെങ്കിലും സർവീസിൽ നിന്ന് പുറത്താക്കി നിയമപരമായ ശിക്ഷ നൽകിയാൽ മാത്രമേ തനിക്ക് നീതി ലഭിക്കൂവെന്നായിരുന്നു സുജിത് VSന്റെ പ്രതികരണം. ആദ്യമേ തന്നെ ഇവരെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പിരിച്ചുവിടണം എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം ഉണ്ടായിരുന്നത്. ഈ സർവീസിൽ തുടരാൻ ഒരിക്കലും അർഹരല്ല ഈ ഗുണ്ടാ പോലീസ്. ഡ്രൈവറായിരുന്ന ഷുഹൈർ വരെ വലിയ കുറ്റക്കാരനാണ്. അദ്ദേഹത്തെ കൂടിയിട്ട് ഈ സർക്കാരിൻ്റെ ഇപ്പോൾ ആൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ വേറൊരു പഞ്ചായത്ത് ഓഫീസിൽ AO ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ കൂടിയിട്ട് ഈ സർക്കാരിൻ്റെ ജീവനക്കാരിൽ നിന്ന് പിരിച്ചുവിടണം എന്നാണ് നമ്മുടെ ആവശ്യം. സമരം വിട്ടുവീഴ്ചയില്ലാതെ തുടരുമെന്ന യൂത്ത് കോൺഗ്രസ്. സസ്പെൻഷന് പകരം അവരെ ടെർമിനേറ്റ് ചെയ്യണം. ഈ 2 വർഷക്കാലവും ഈ പ്രശ്നമുണ്ടായതിനു ശേഷം ഈ 2 വർഷക്കാലവും സുജിത്തിൻ്റെ പരാതി ഉണ്ടായതിനു ശേഷവും അന്വേഷണ റിപ്പോർട്ട് കൈപ്പറ്റിയതിനു ശേഷമുള്ള സമയത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ കൈപ്പറ്റിയ ശമ്പളം ഉൾപ്പെടെ തിരിച്ചുപിടിച്ച് അവരെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള സമരപരിപാടികൾ ഞങ്ങൾ തുടർന്ന് തന്നെ മുന്നോട്ട് പോകും. മർദ്ദനത്തിന്റെ CCTV ദൃശ്യമടക്കം ആഭ്യന്തര വകുപ്പിന്റെ കയ്യിലുണ്ടായിട്ടും പോലീസുകാരെ സംരക്ഷിച്ചെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ഈ കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. അവർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം. പോലീസിനെതിരെ വിമർശനവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും രംഗത്തെത്തി. വളരെ മോശപ്പെട്ട പ്രവൃത്തിയാണ്, അടിയന്തരാവസ്ഥ തന്നെയാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മർദ്ദനത്തിനിരയായ സുജിത് VSനെ വീട്ടിലെത്തി കാണും. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.